സംസാരിക്കാം. ആന്റോ അഗസ്റ്റിൻ, നുണകൾ പൊളിയുന്നു. നുണകൾ ഓരോ ദിവസം കൂടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. എന്താണ് വയനാടിനെ സംബന്ധിച്ച്, ഞാൻ വയനാട്ടിലെ കാര്യം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം? വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, ഞാൻ എൻ്റെ ജനിച്ച കാലം തുടങ്ങി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. അവിടുത്തെ ഒരു സത്യാവസ്ഥ എന്താണ്, നിങ്ങൾ ആര് പറയുന്നതിനേക്കാളും ക്ലാരിറ്റി എനിക്കുണ്ട് എന്നുള്ളതാണ്. എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം? അരുൺ സാർ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് ഏറ്റെടുത്ത സ്ഥലത്ത് ആന വരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ ആന വരില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇത് മെയിൻ റോട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം ദൂരെയുള്ള സ്ഥലമാണ് എന്ന് പറയുകയാണ്. സാറേ, അവിടെ മെയിൻ റോട്ടിലാണ് ആനയുള്ളത്, അവിടെ എല്ലാ സ്ഥലത്തും ആനയുണ്ട്. ആനയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ ഏരിയയിലൊക്കെ മുഴുവൻ ആനയുണ്ട്. ആന വരാതിരിക്കാൻ വേണ്ടി ഫെൻസിങ് വിട്ടിട്ടുണ്ട്. അവിടെ ആനയും പന്നിയും കുരങ്ങിനൊന്നും ഒരു പഞ്ഞമില്ല. അവിടെ ഇഷ്ടംപോലെ അത് വരുന്നുണ്ട്, അത് എല്ലാ സ്ഥലത്തും കൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. നേരെ അങ്ങനെ പറയായിരുന്നു, ആനയില്ലാത്ത സ്ഥലം കിട്ടണ്ടേ എന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അതിനേക്കാളും പ്രശ്നം എന്താണ്, നിങ്ങൾ ആന വരുന്നില്ല, ആന വരാത്ത സ്ഥലത്ത് ആന വരുന്നുണ്ടെന്ന് പ്രചരിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അത് തന്നെ ഏറ്റവും വലിയൊരു പെരുന്നുണയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, KPCC അധ്യക്ഷൻ്റെയും ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിൽ പണം ഇട്ടു എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ജോയിൻ്റ് അക്കൗണ്ട് എടുക്കേണ്ടി വന്നത്? അത് എടുക്കേണ്ടി വന്നത് അന്നത്തെ KPCC പ്രസിഡൻ്റായ സുധാകരൻ പറയുന്നു, ഈ പറയുന്ന സർക്കാരിൻ്റെ കയ്യിലോ പാർട്ടിയുടേതായ സിസ്റ്റം ഉള്ളതുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിലോ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലോ ഒരു രൂപ പോലും കൊടുക്കേണ്ട കാര്യമില്ല. പാർട്ടിയുടേതായ സിസ്റ്റത്തിൽ വീട് പണിതോളാം. അപ്പോൾ ഈ അനുഭവമുള്ളവരെല്ലാം പാർട്ടി അക്കൗണ്ടിൽ പൈസ ഇടണമെന്ന് പറയും. അതിനുവേണ്ടി അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ടിൽ പൈസ മേടിച്ചത് ഈ പ്രതിപക്ഷ നേതാവും അന്നത്തെ KPCC പ്രസിഡൻറ്റുമാണ്. അവരാണ് പറഞ്ഞത് എന്ത്, ഏകദേശം 400 വീടോളം വയനാട്ടിൽ പണിയേണ്ടി വരും, അതിനകത്ത് 100 വീടുകൾ ഞങ്ങൾ പണിതോളാം, 30 വീട് യൂത്ത് കോൺഗ്രസ് പണിതോടാം എന്ന് പറഞ്ഞതാണ്. അത് അവർ തന്നെ പറഞ്ഞാൽ അവരില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ അതെല്ലാം കുറച്ച് എല്ലാം കൂടി 100 വീടാക്കി. അപ്പോൾ അത് കുറച്ച് ഇപ്പോൾ 2.5 ഏക്കർ സ്ഥലമേ വാങ്ങിയിട്ടുള്ളൂ. 2.5 ഏക്കർ സ്ഥലത്ത് 7 സെൻറ്റ് സ്ഥലം വെച്ച് എത്ര വീട് പണിയാൻ പറ്റും? അത് ഞാൻ പറയുന്നത് ഈ 30 വീട് പോലും അവിടെ പണിയാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് കഴിയാൻ കഴിയത്തില്ല? ഈ പറഞ്ഞ ലേ ഔട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴികൾ കൂടെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ 10-20 വീടേ പണിയാൻ കഴിയത്തുള്ളൂ. മനസ്സിലായില്ലേ? അത് വീട് പണിയണിൽ ആദ്യം എന്ത് ചെയ്യണം? അത്രയും വലിയൊരു പ്രൊജക്റ്റ് അല്ലേ. ആ പ്രൊജക്റ്റിന് ടൗൺ പ്ലാനിങ് കൊടുക്കുന്നത് പഞ്ചായത്തിൽ കൊടുക്കണം, പഞ്ചായത്ത് ടൗൺ പ്ലാനിങ്ങിൽ പോകണം, ടൗൺ പ്ലാനിങ് തിരുവനന്തപുരത്ത് പോയി പാസ്സായി വന്നാൽ മാത്രമേ ആ പ്രൊജക്റ്റ് മുന്നോട്ട് പോവുള്ളൂ. അത് ഉണ്ടാക്കുന്ന കമ്പനി എന്ന് പറയുന്ന കമ്പനിയോടൊന്ന് ചോദിച്ചാൽ മതി. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും അങ്ങനെ ഒരു സംവിധാനം മൂവ് ചെയ്തിട്ട് അതിന് പ്ലാൻ പോലും വരച്ചിട്ടില്ല. എന്നിട്ട് അവർ പറയുകയാണ് അവിടെ തറക്കല്ലിട്ടു. എന്തിനാപ്പാ ഇങ്ങനെ പറയുന്നത്? അവിടെ പറഞ്ഞാൽ പോരാ, ഞങ്ങൾ തറക്കല്ലിട്ടു, ഞങ്ങൾ ഉടനെ പണിത് കൊടുക്കും, ഞങ്ങൾ പാർട്ടി പറയുന്ന വാക്കല്ലേ എന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ പോരെ. അത് പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെതായ പണമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഇത്ര പണമാണുള്ളത്, ഞങ്ങളുടെ KPCC അക്കൗണ്ടിൽ ഇത്ര രൂപയുണ്ട്, ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര പണം വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞാൽ മതി. എന്തിനാ നുണ പറയുന്നത്? ഇതുകൊണ്ടല്ലേ ആൾക്കാർ നുണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ കൺമുൻപിൽ കാണുന്ന കാര്യമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ് നിങ്ങൾ അവിടെ മെറ്റൽ ഇറക്കിയിട്ടത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ മെറ്റൽ ആർക്ക് വേണ്ടി ഉണ്ടാക്കി ഇറക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ്, അതിലെ റോഡ് പണിയാൻ വേണ്ടി സർക്കാർ ഇറക്കിയിട്ട മെറ്റലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ അവിടെ റോഡ് പണിക്കാൻ ഇറക്കിയിട്ട മെറ്റലിനെ കുറിച്ച് പറയാണ്, അവിടെ മെറ്റൽ ഇറക്കിയിട്ടത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. 1 രൂപയുടെ ഒരു മെറ്റൽ കഷ്ടം. ആകെ അവിടെ ഒരു കല്ലിട്ടു, ശരി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്ന് കല്ലിട്ടു, അത് ശരിയാണ്. നിങ്ങൾ ആ കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, നിങ്ങൾ ആ ലീഗുകാരെങ്കിലും ഒന്ന് കണ്ടു പഠിക്കപ്പാ. ഒരു 30 വീട് അവരവിടെ പോയി, അവർ സർക്കാരിൽ തന്നെയല്ലേ ആപ്ലിക്കേഷൻ കൊടുത്തത്, അവർ സർക്കാരിൽ തന്നെയല്ലേ പ്ലാൻ പറഞ്ഞ് കൊടുത്തത്, ആ പ്ലാനൊക്കെ പാസ്സാക്കി കൊടുത്തതും സർക്കാർ തന്നെയല്ലേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അവിടെ അത് തോട്ടഭൂമിയാണെന്നും അവിടെ വീട് പണിയാൻ കഴിയില്ല എന്ന് വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഇടപെട്ടത് രാജ് മിനിസ്റ്റർ തന്നെയല്ലേ, റവന്യൂ മന്ത്രി തന്നെയല്ലേ, അത് ശരിയാക്കി കൊടുത്തില്ലേ, അത് ഇത്രയും ദിവസത്തിനുള്ളിൽ പൂർത്തിയായില്ലേ. എന്തൊരു കഷ്ടമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ കിടന്ന് ഉരുണ്ട് പരണ്ട് എന്താണ് ഉള്ള കോൺഗ്രസ്സുകാരുടെ വില, അതിൽ പൈസ ഇട്ട കോൺഗ്രസ്സുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു മര്യാദ വേണ്ടേന്നേ, എല്ലാ കാര്യത്തിലും ഒരു മര്യാദ വേണം. ഞാൻ ഈ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ, ഇതിനെ ന്യായീകരിക്കാൻ, ഇത്രയും വലിയൊരു പെരുന്നോണനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാണ് 175 വീട് കൊടുത്തതിനകത്ത് കറണ്ടില്ലല്ലോ, വെള്ളമില്ലല്ലോ എന്ന്. അതും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ ഒരു 100 ഏക്കർ സ്ഥലം, 2.5 ഏക്കർ അല്ല, 100 ഏക്കർ സ്ഥലം തോട്ടഭൂമി എടുത്ത് അവിടെ വീട്, ഒരു 100 ഏക്കർ സ്ഥലത്ത് തോട്ടഭൂമിയിൽ വഴി വെട്ടണമെങ്കിൽ എത്ര സമയം വേണം? ഇത് റോബോട്ടിക് ഒന്നല്ലല്ലോ ചെയ്യുന്നത്, മനുഷ്യന്മാർ തന്നെ സിസ്റ്റമാറ്റിക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ. അതിൻ്റെ 100 ഏക്കർ സ്ഥലത്തിൻ്റെ പ്ലാൻ വരയ്ക്കണം, ആ പ്ലാൻ വരച്ച് സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അത് പാസ്സായി തിരിച്ചു വന്നതിന് ശേഷം റോഡ് വെട്ടി ഓരോ 8 സെൻറ്റ് തിരിച്ച് അതിൻ്റെ അകത്ത് വേണ്ട കറണ്ട്, അതിൻ്റെ അകത്ത് വെള്ളം, അതിൻ്റെ അകത്ത് പിന്നെന്താ ഡ്രെയിനേജ്, അതിന് വേണ്ട മതിൽ, ഇതെല്ലാം തിരിച്ച് 4 സോണുകളാക്കി അവിടെ വീട് പണിതിട്ട് ആ വീട് പണിത് വേണ്ട നമ്പർ ഇടണ്ടേ.
ഈ നമ്പർ ഇട്ട് ഇലക്ട്രിസിറ്റി ബില്ല്, നമ്പർ ബില്ല്, കറണ്ട് ബില്ലിട്ട് ഓരോരുത്തർക്കും അവരുടെ അഡ്രസ്സ് അതിലേക്ക് മാറ്റി. കാരണം ഇത് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വാടകയ്ക്ക് താമസിച്ച് വന്ന ആൾക്കാരല്ല കേട്ടോ. ഒരു ജീവിതം മുഴുവൻ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ പാവപ്പെട്ട ആൾക്കാർക്ക് ID കാർഡില്ല, അവരുടെ അഡ്രസ്സ് ഇല്ല, അവർക്കൊരു ഒരു രേഖകളും ഇല്ലാതിരിക്കുന്ന പാവങ്ങൾക്ക് ആ രേഖകൾ മുഴുവൻ റെഡിയാക്കി ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് നിങ്ങൾക്ക് 1 മാസത്തിനോ 1.5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നറിയോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അവിടെ പഠിക്കുന്ന പല കുട്ടികൾക്ക് ഏത് സ്കൂളിൽ അഡ്രസ്സ് ചേർക്കണം, പുതിയ സ്കൂളിൽ ചേർക്കുന്നത്. കാരണം മേപ്പാടിയാണ്, ചൂരമലയിലാണ് സ്കൂൾ ഉണ്ടായിരുന്നത്. അവർ ആ കൽപ്പറ്റയുടെ ഈ വീടിനനുസരിച്ചുള്ള പല സ്കൂളുകൾ കൂടി അവിടെ അഡ്രസ്സ് വേണം അവർക്ക്. പല ആൾക്കാരുടെ അഡ്രസ്സ് വേണം, പല ആൾക്കാർ റേഷൻ കാർഡുകൾ വേണം, പല ആൾക്കാർ ID കാർഡുകൾ വേണം. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ താമസിക്കുന്ന മാത്രമായി കണക്കാക്കാൻ പാടില്ല. ഇത് മാത്രം ഇത് കയറി താമസിച്ച് അതിനകത്ത് പാല് കാച്ചി അതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി അവിടെ താമസിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പല സംവിധാനങ്ങൾക്കും അവർക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഏത് അഡ്രസ്സിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യും? വാടക വീടിൻ്റെ അഡ്രസ്സിനോ? അതിനാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഒരു കുട്ടികളെ ചേർക്കുമ്പോൾ ഏത് അഡ്രസ്സ് കൊടുക്കും? ഒരു SSLC ബുക്ക് നഷ്ടപ്പെട്ടവനും ദുബായിൽ പോകേണ്ടവനും ഗൾഫിൽ പോകേണ്ടവനും പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏത് അഡ്രസ്സിലാണ് ജീവിക്കേണ്ടത്? അവർക്ക് അഡ്രസ്സ് വേണം. ആ അഡ്രസ്സാണ്, ഒരു മിനിറ്റ് സാർ, ആ അഡ്രസ്സാണ് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ 2 കാര്യമുള്ളൂ. എന്താണ്? കുടിവെള്ളവും കറണ്ടും എത്തിയില്ല. ശരി, അവൾ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. രാത്രി 12 മണിക്ക് മണിയെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന വിഷുവിന് മുന്നേ അത് ഈ രാത്രി 12 മണിക്ക് മണിയെടുക്കുകയാണ്. വിഷുവിന് മുൻപ് കയറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ന്യായീകരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ 100 വീടിൻ്റെ പൈസ 130 വീട് ഞങ്ങൾ പണി കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ച് അക്കൗണ്ടിലിട്ടിട്ട് ആ പൈസ എടുത്തിട്ട് എവിടെ പോയി എന്ന് അറിയാതെ അവിടെ കിടന്ന് ഉരുണ്ട് വരേണ്ടപ്പോഴാണ് ഇതിനെ വെച്ച് ന്യായീകരിക്കുന്നത്. നിങ്ങൾ ഇത് 400 വീട് കൊടുക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് 750 കോടി രൂപ ഈ സർക്കാരിൻ്റെ അക്കൗണ്ട്. അത് സർക്കാരിൻ്റെ പൈസയല്ലല്ലോ, ജനങ്ങളിൽ നിന്ന് CMDRFിൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസയല്ലേ. അത് ഏത് ദുരിതാശ്വാസ നിധിയിൽ അവിടെ പൈസ ഉണ്ടാവുമല്ലോ. അടുത്ത ദുരിതം ഉണ്ടാവുള്ളൂ, മറ്റു ദുരിതം ഉണ്ടാകും വേണ്ടി ഈ ജനങ്ങൾ കൊടുത്ത പൈസ, അതായത് ആരും എടുത്ത് പുട്ടടിക്കുന്നൊന്നുമില്ലല്ലോ, അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. 400 വീട് പണിത് കൊടുക്കണ്ടല്ലോ. പറയാമായിരുന്നു കോൺഗ്രസിന്. എന്ത് പറയാം? ഈ 400 വീടല്ല അവിടെ ബാധിച്ചിട്ടുള്ളത്, 10-200 വീടും കൂടെ അവിടെ ബാധിച്ചിട്ടുണ്ട്. ആ പാവങ്ങളെയും കൂടെ നിങ്ങൾ ഈ പറഞ്ഞ പദ്ധതിയുടെ ഭാഗമാക്കി അവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറയാം. അതൊരു ലോജിക്കായ സംസാരമാണ്. ആ ലോജിക്കായ സംസാരമെങ്കിൽ ഇനി ചെയ്യൂ. ദയവ് ചെയ്തിട്ട് ഈ വയനാട് പരിപാടി നിർത്തൂ. ദയവ് ചെയ്ത് KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളൂ ഒറ്റ കാര്യമുള്ളൂ. KC വേണുഗോപാലാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം വൃത്തിയായി കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ ഇന്നലെ 3 ദിവസമായിട്ട് ഈ ഇലക്ഷൻ പ്രചരണം നോക്കുമായിരുന്നു. അദ്ദേഹം പണ്ട് ചാണ്ടി ഉമ്മൻ ഓരോ വീട് കയറുന്നത് പോലെ ഓരോ വീടുകൾ കയറി ആ സർക്കാർ കോൺഗ്രസ് 5 പദ്ധതിയെ പ്രഖ്യാപിച്ചുള്ളൂ. ആ 5 പദ്ധതി ഓരോ വീട്ടിൽ ചെന്നിട്ടും വീട് കയറി ഇറങ്ങി ഇതാണ് നമ്മുടെ പദ്ധതി, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് KC വേണുഗോപാലോട് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതിനൊരു എഞ്ചിനീയറെ കണ്ടെത്തി എന്താണ് നടക്കാൻ പോകുന്നത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ വയനാടിൻ്റെ വീട് പ്രശ്നം തീരും. കാരണം എന്തുകൊണ്ടറിയോ? അടുത്ത ജനങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ ഒരു നല്ല സർക്കാരിനെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആലോചിക്കാൻ ഇനി ആകെ 10 ദിവസമേ ഉള്ളൂ. ഈ 10 ദിവസങ്ങൾക്ക് ഈ നുണപ്രചരണവും ഈ ഡീലും ഈ വീട് പറയാൻ മാത്രമല്ലല്ലോ, കാരണം ജനങ്ങൾക്ക് ബാധിക്കുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഇതൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള എനിക്ക് പറയാനുള്ളൂ. Meet the editors.